അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രാജകുമാരനായിട്ടാണ് ജനിച്ചത്, രാജകുമാരനായിട്ടാണ് വളർന്നത്, രാജകൊട്ടാരത്തിലാണ് ജീവിക്കുന്നത്. എന്നാലും ആ ജീവിതം അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. എപ്പോഴും ഒരു ചിന്തയാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. ചെറിയ കുട്ടിക്കാലം മുതൽ തന്നെ മൂപ്പര് വല്ലാത്തൊരു അന്വേഷണ ത്വരയിലാണ് ജീവിതം കൊണ്ടുപോകുന്നത്. എന്തോ തിരയും കൽബാണ് ഏകാന്തതയിൽ നിൽപ്പാണ് എന്തോ തിരയും കൽബാണ് ഏകാന്തതയിൽ നിൽപ്പാണ് കൊട്ടാരത്തെ വെറുപ്പാണ് അയ്യൂബിൻ ജീവിതം. ഹക്കാൽ രാജകുമാരനിവൻ ഫക്കീറായി നടപ്പാട് ദിക്കുകളൊക്കെ അമൈത്തോലിൽ ദിക്റോതിരിപ്പാട് എന്നും ലൈലില് നൗമില്ലാതെ ഇബാദത്ത് എല്ലാ പകലിലും സൗമിൽ തന്നെ മൈഷത്ത് എന്തോ തിരയും കൽബാണ് ഏകാന്തതയിൽ നിൽപ്പാട് കൊട്ടാരത്തെ വെറുപ്പാട് അയ്യൂബിൻ ജീവിതം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം അങ്ങനെയായിരുന്നു. ചെറിയ കുട്ടിക്കാലത്ത് തന്നെ, ചെറിയ കുഞ്ഞായിരിക്കുമ്പോ തന്നെ ഒരു ഇലാഹിയ ചിന്തയാണ്. എപ്പോഴും അയ്യൂബ് നബി അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പടച്ചോനെ നീ എന്തിനാണ് എന്നെ പടച്ചത്? അള്ളാഹുവേ, നീ എന്നെ പടക്കുമ്പോ നിനക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നിലൂടെ, പക്ഷെ ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നുണ്ടോ? അതാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചോദ്യം. അങ്ങനെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ കുറച്ചേ ഭക്ഷണം കഴിക്കും. പകല് മുഴുവൻ നോമ്പ്, രാത്രി മുഴുവൻ നിസ്കാരം. നമ്മൾ അതേ സ്വഭാവം. എന്തേ ചിരി വന്നു പോയത് നിങ്ങൾക്ക്? നമ്മളെ സ്വഭാവം എന്ന് പറഞ്ഞപ്പോ നമുക്ക് ചിരി വരാൻ ഒറ്റ കാരണം എന്താ അറിയോ? നമ്മളെ സ്വഭാവം അതല്ലാത്തോണ്ടാണ്. ഇവിടെ പകല് മുഴുവൻ നോമ്പ്, രാത്രി മുഴുവൻ നിസ്കാരം, വളരെ കുറച്ച് ഭക്ഷണം. അങ്ങനെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം ശുഷ്കിച്ച് മെലിഞ്ഞ് എല്ലും തൂലുകയായി. അങ്ങനെ അയ്യൂബ് നബി പക്ഷേ ശരീരം വലിയുമ്പോഴും ആത്മാവ് തടിച്ചു കൊഴുക്കുകയാണ് അള്ളാഹുവിലേക്ക്. യുവാവായ അയ്യൂബ് നബി ഡമസ്കസിന്റെ തെരുവിലൊക്കെ അങ്ങനെ നടക്കും. ഡമസ്കസിന്റെ തെരുവിൽ നടക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ ഇസ്രായേലിയരാണ്. ഇസ്രായേലി വർഗമാണല്ലോ ഒരു കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ. ഇവരൊക്കെ ഇസ്രായേലി പ്രവാചകന്മാരാണ്. ഇസ്രായേലികൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇസ്രായേലികളല്ല. ഇന്നത്തെ ഇസ്രായേലികൾ ലോകത്തെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ്, കൊടിയ ശത്രു. പക്ഷെ ഒരു കാലഘട്ടത്തിലെ മുസ്ലിങ്ങളെ ഇസ്രായേൽ, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാരമ്പര്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട വർഗത്തെ ഇസ്രായേൽ എന്ന് പറഞ്ഞു. കാരണം യാക്കൂബ് നബിക്ക് അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു, ഇസ്രായേൽ പ്രവാചകൻ എന്ന്. അതുകൊണ്ട് ആ കാലത്തെ മുസ്ലിങ്ങളെ ഇസ്രായേൽ അറിയപ്പെട്ടു. ആ കാലഘട്ടത്തിലെ ഇസ്രായേലി വർഗത്തിന്റെ ജീവിതം വളരെ ഇസ്രായേൽ സമുദായം അള്ളാന്റെ ഇബ്ലീസിൻ പാഥേയം നീങ്ങുന്നത് കണ്ടു കരഞ്ഞു അയ്യൂബിൻ ഹൃദയം. ഇസ്ലാമിൻ സന്താനം ഇരുട്ടീന്നും കരകയറാനിറയോനിൽ പ്രാർത്ഥന ചെയ്തു അയ്യൂബും സദയം. ജിബ്രീൽ ഒരു നാൾ വന്നല്ലോ ആദരവോടെ പറഞ്ഞല്ലോ ജിബ്രീൽ ഒരു നാൾ വന്നല്ലോ ആദരവോടെ പറഞ്ഞല്ലോ നുബുവത്തെന്ന് ലഭിച്ചല്ലോ ശുക്രിന്റെ സുജൂദല്ലോ. എന്തോ തിരയും കൽബാണ് ഏകാന്തതയിൽ നിൽപ്പാണ് കൊട്ടാരത്തെ വെറുപ്പാണ് അയ്യൂബിൻ ജീവിതം. ഹക്കാൽ രാജകുമാരനിവൻ ഫക്കീറായി നടപ്പാണ് ദിക്കുകളൊക്കെ അമൈത്തോനിൽ ദിക്റോതിരിപ്പാണ്. ഇസ്രായേലി സമൂഹത്തിന്റെ വഴിവിട്ട പോക്ക് കണ്ടപ്പോ യുവാവായ രാജകുമാരനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്ത, പടച്ചോനെ ഈ സമൂഹത്തെ നന്നാക്കാൻ, ഇവരെ സമുദ്ധരിക്കാൻ നിങ്ങൾക്ക് ഇവർക്കിടയിലേക്ക് ഒരു പ്രവാചകനെ നിയോഗിച്ചുകൂടായിരുന്നോ എന്ന്. ആ പ്രാർത്ഥിച്ച മനുഷ്യനെ ഡമസ്കസിന്റെ പ്രവാചകനാക്കി മാറ്റി എന്നതാണ് അള്ളാഹുവിന്റെ തീരുമാനം. അവിടെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. നബുവത്തിന്റെ പട്ടം ചാർത്തി കൊടുത്തിട്ട് ഡമസ്കസിലെ ഇസ്രായേലി സമൂഹത്തെ
അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാനുള്ള പ്രബോധന ദൗത്യം ഏൽപ്പിച്ചു മഹാനായ പ്രവാചകൻ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രവാചകത്വവും കിട്ടി, പ്രബോധനത്തിന്റെ രംഗവും വന്നപ്പോ പിന്നെ ജീവിതം വല്ലാണ്ട് മാറി. പിന്നെ പകല് നോമ്പും നിസ്കാരവും പ്രബോധനവും വല്ലാണ്ട് തളർന്നു അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം.